പൊതുപ്രവർത്തകർ തോക്കണ കാര്യമല്ല, ഞാൻ തോക്കണ ജയിക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നോടുള്ളൊരു ചോദ്യമാണ്, വെല്ലുവിളി നിറഞ്ഞൊരു ചോദ്യമാണ്. UDF തോറ്റാൽ താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഞാൻ പറഞ്ഞത് സാങ്കല്പിക ചോദ്യമാണ്. UDF തോക്കില്ല, UDF ജയിക്കും. തോറ്റാൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. എൻ്റെ തീരുമാനമാണ്. ഞാൻ ചെയ്യുമത്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചെയ്യുമെന്ന്. എൻ്റെ വാക്ക് എല്ലാവരുടെ വാക്ക് പോലെ അല്ലല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും. താങ്ക് യു. നികേഷ് കുമാറിന് ചോദിച്ചതിന് ഉത്തരം പറയണത് AKG സെന്ററിലെ വല്ല പ്യൂണിനോട് ചോദിക്കാൻ പറ, അല്ലെങ്കിൽ അവിടെയുള്ള അറ്റൻഡറോട് ചോദിക്കാൻ പറ. ഞാനൊന്നും അല്ലല്ലോ നികേഷ് കുമാറിന് മറുപടി പറയണം. നികേഷ് കുമാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നികേഷ് കുമാർ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കുക? നികേഷ് കുമാർ ആയിട്ടില്ല എന്നോട് ചോദ്യം ചോദിക്കുക. അദ്ദേഹം ആരാണ്? CPM-ന്റെ ആരാ? CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. നികേഷ് കുമാർ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കുക? അവർ ശ്രമിച്ച് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തും സാരി കൊടുത്തും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെയൊക്കെ മറികടന്നും അവിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ജയിക്കും. പക്ഷേ ഇവരിതാണ് ചെയ്യുന്നത്. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അതുണ്ടായിരുന്നു നേരത്തെ മണലൂര് നിയോജകമണ്ഡലത്തിൽ ശ്രീ പ്രതാപൻ മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിൽ കിറ്റുകൾ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പല സ്ഥലത്തും കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സാരി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കലാശക്കൊട്ട് നടക്കുന്നതിനിടയിൽ സാരിയുടെ എല്ലാ പ്രവർത്തകരും കലാശക്കൊട്ടിൽ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഇവർ പോയി സാരി വിതരണം നടത്തുന്നത്. പ്രവർത്തകരുണ്ടാവില്ല സ്ഥലത്ത്, ആ സമയത്താണ് ഇവർ കൊടുക്കുന്നത്. വിഷ്വലിലുള്ള വന്നേക്കുന്ന സംഭവമല്ലേ, തിരക്കഥയല്ലല്ലോ. അവരവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നതിന്, അവർ ചൂടാകുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നതിന് അവർ ചൂടാകുന്നുണ്ടല്ലോ. അതാണ് എല്ലാവരും കണ്ട സംഭവമാണ് കാശ് കൈമാറുന്നത്. നിങ്ങൾ കണ്ടില്ലേ? കൃത്യമായ വീഡിയോ അല്ല. പിന്നെ ഞാനത് കൊണ്ട് കാശ് കൊടുത്തെന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയാം? പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അത് 20 കൊല്ലം മുമ്പുള്ള എൻ്റെ ആശുപത്രിയുടെ പടം ഇട്ടിട്ട് ആണ് ഇവിടെ പത്രം ഇറക്കിയത്. 20 കൊല്ലം മുമ്പുള്ള ഒരു ആശുപത്രി, മനസ്സിലായില്ലേ? ആ ആശുപത്രി അവിടെ 52,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതാണ്. ഒന്നും പണിതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ആശുപത്രികളിലൊന്നാവും. 2018 ഫ്ലഡിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന KSRTC സ്റ്റാൻഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പടമാണ്. ഫ്ലഡിൽ വെള്ളം കയറാത്തത് എവിടെയാണെന്ന്, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത സ്ഥലം എവിടെയാണ് പറവൂര്, അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് KSRTC സ്റ്റാൻഡ് എന്ന് പ്രചരണം നടത്തുക.